ഹായ്. അപ്പോഴേ ഞാനിന്ന് കാണിക്കുന്നത് നമ്മൾ പാത്രങ്ങളുണ്ടല്ലോ, അടികരിഞ്ഞ പാത്രങ്ങളാണേലും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേവിക്കുമ്പോഴത്തേനും ഒക്കെ അകത്ത് കരിയുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും തന്നെ വേണ്ട, വെറും പരലുപ്പ് മാത്രം മതി കേട്ടോ. പൊടിയുപ്പ് എടുക്കരുത്. അപ്പോൾ പരലുപ്പാകുമ്പോൾ അതിനകത്ത് നല്ലൊരു നമുക്ക് ഉരയ്ക്കാൻ നല്ലൊരു ഗ്രിപ്പ് കിട്ടും ആ പരലുപ്പ്. അപ്പോൾ ഡിഷ് വാഷോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ, സ്ക്രബ്ബറോ ഒന്നും തന്നെ ഇല്ലാതെ ഈ പരലുപ്പ് മാത്രം വെച്ചിട്ട് കൈ വെച്ചത് ഇതേപോലെ ഒന്ന് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിനകത്തുള്ള കരിയെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുക്കറാണേലും ഏത് പാത്രമാണേലും നമുക്കിത് കണ്ടോ, ഉപ്പിൻ്റെ കളർ കണ്ടോ, ഇതേപോലെ തേച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ പാത്രത്തിനകമൊക്കെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അകമാണ് കാണിച്ചത്, പുറം കാണിച്ചിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ കഴുകിയിട്ട് കുറച്ച് ദിവസം കഴുകാതിരിക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് പരലുപ്പ് ഒരു ടിഷ്യൂ പേപ്പറിനകത്തോ ഒരു കോട്ടൺ തുണിയിലോ ഇട്ടിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്വല്പം മാത്രം മതി. ഡെറ്റോൾ ഒഴിച്ചിട്ട് നമ്മൾ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ എത്ര ദിവസം ഉപയോഗിച്ചില്ലെങ്കിലും ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല, അത് ഉണ്ടാകത്തില്ല കേട്ടോ. നല്ലൊരു സ്മെൽ അതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് അതിനകത്ത് ചെറിയ പാറ്റകൾ, ചെറിയ ഉറുമ്പുകളൊക്കെ കയറിയിരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അതിനകത്തൊന്നും തന്നെ കയറി ഇരിക്കത്തില്ല. നമ്മൾ തുണി കഴുകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചില വാഷിംഗ് മെഷീനിലൊക്കെ ഉറുമ്പൊക്കെ കയറി ഇരുന്നിട്ട് നമ്മൾ അറിയത്തില്ല. നമ്മൾ തുണികളൊക്കെ ഇട്ടതിന് ശേഷമായിരിക്കും അത് ഇറങ്ങി വരുന്ന, തുണിയൊക്കെ ആകെ നാശമാകും അല്ലേ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്, ആവശ്യമുള്ളവരെ കാണണേ.